ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 61 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 62-ാമത്തെ ശ്ലോകം നോക്കാം. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത, തൽപ്രസാദാൽ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഭാരത, ഹേ ഭരതവംശജ, സർവഭാവേന എല്ലാവിധത്തിലും, തം ഏവ ആ ഈശ്വരനെ തന്നെ, ശരണം ഗച്ഛ നീ ശരണം പ്രാപിക്കുക, തത് പ്രസാദാൽ ആ ഈശ്വരൻ്റെ പ്രസാദം കൊണ്ട്, പരാം ശാന്തിം പരമമായ ശാന്തിയും, ശാശ്വതം സ്ഥാനം ശാശ്വതമായ സ്ഥാനവും, പ്രാപ്സ്യസി നീ പ്രാപിക്കും. ഹേ ഭരതവംശജനായ അർജുന, എല്ലാവിധത്തിലും ഹൃദയസ്ഥിതനായ ആ ഈശ്വരനെ തന്നെ നീ ശരണം പ്രാപിക്കുക. ആ ഈശ്വരൻ്റെ പ്രസാദം കൊണ്ട്, ആ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് പരമമായ ശാന്തിയും ശാശ്വതമായ സ്ഥാനവും, അതായത് പുനരാവർത്തിയില്ലാത്ത, പുനർജന്മമില്ലാത്ത ശാശ്വതമായ മുക്തിയും നീ പ്രാപിക്കും. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. ഹേ അർജുന, ദേഹ ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് സർവപ്രകാരത്തിലും നീ നിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരനെ ശരണം പ്രാപിക്കുക. കൈകൾ ഈശ്വരനെ പൂജിക്കുവാനും, കാലുകൾ ഈശ്വരനെ തേടുവാനും, കണ്ണുകൾ ഈശ്വരനെ ദർശിക്കുവാനും, കാതുകൾ ഭഗവത് മഹിമകൾ കേൾക്കുവാനും, മൂക്ക് ഭഗവത് സൗരഭ്യം നുകരുവാനും, നാവ് ഭഗവത് നാമസ്മരണയ്ക്കും, ത്വക്ക് ഭഗവത് പ്രസാദധാരണത്തിനും, ശരീരം സാഷ്ടാംഗ പ്രണാമത്തിനും, മനസ്സ് ഭഗവത് ധ്യാനത്തിനും, ബുദ്ധി ഭഗവത് തത്വഗ്രഹണത്തിനും മാത്രമായിത്തീരുക. ഇങ്ങനെ സർവാത്മനാ എല്ലാവിധത്തിലും ഭഗവാനെ ശരണം പ്രാപിച്ചാൽ, ആ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട്, പ്രസാദം കൊണ്ട് അചിരേണ നീ ഭഗവത് സായുജ്യത്തെ പ്രാപിക്കും, പരമമായ ശാന്തിയെ പ്രാപിക്കും, മുക്തിയെ പ്രാപിക്കും. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.